സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കളയാം. അപ്പോൾ മറ്റു പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക. ഈ വരുമാനം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ പണമൊന്നും എടുത്ത് ചെലവാക്കാൻ പറ്റൂലോ എന്നൊക്കെയുള്ള ധാരണകളായിരിക്കാം അവരെ ഇതിന് നയിച്ചിട്ടുണ്ടാകുക. അജണ്ടയാണല്ലോ, നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഡി മാത്രമല്ല ഇപ്പൊ ആദായ നികുതി അവരും അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയർ ആണ്. അതിന്റെ റിട്ടേൺസ്, വാർഷിക റിട്ടേൺസ് നമ്മള് ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, അവരത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണ്. എന്താ വെളിപ്പെടുത്താത്ത അക്കൗണ്ട്? നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താത്ത ഒരു അക്കൗണ്ട് പാർട്ടിക്ക് അറിയുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ അതിന്റെ മറ്റേ രേഖയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അത് നമുക്കറിയില്ല. പാർട്ടിക്ക് അറിയില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അറിവുള്ള പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടി അതാത് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്കത് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയല്ല. കാരണം നമ്മള് ഇഡിക്ക് അന്വേഷിച്ച് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം, പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണത്തിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ CPM-ന്റെ കണക്കിൽപ്പെടാത്ത സ്വത്തിലേക്കും അന്വേഷണം നീട്ടുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമോ? രഹസ്യ അക്കൗണ്ട് സൂക്ഷിച്ചതിന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് പൂട്ടിച്ചതിന് പിന്നാലെ EDയുടെ അന്വേഷണ കണ്ടെത്തലും പുറത്തുവന്നു. മുൻ MP PK ബിജുവും ജില്ലാ സെക്രട്ടറി MM വർഗീസും EDക്ക് മുന്നിൽ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കെയാണ് പാർട്ടിയുടെ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ വെളിപ്പെടുന്നത്. തൃശൂർ ജില്ലയിൽ പാർട്ടിക്കാകെ 101 സ്ഥാവര ജംഗമ വസ്തുക്കൾ. ഇതിൽ കണക്ക് കാണിച്ചത് 1ന്റെ മാത്രം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള BJP തന്ത്രമെന്ന് CPM വാദിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. CPM-ന്റെ സ്വത്തിൽ കേന്ദ്ര ഏജൻസികളുടെ പിടിവീഴുമോ? പ്രൈം ഡിബേറ്റിൽ BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, പൊതുപ്രവർത്തകൻ ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ MK ഹരിദാസ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ശാഖയിലെ പാർട്ടിയുടെ അക്കൗണ്ട് അത് പൂട്ടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് വിവരങ്ങൾ കൂടി ഈ അന്വേഷണത്തിന്റെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ EDയുടെ കണ്ടെത്തൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണല്ലോ. തൃശൂർ ജില്ലയിൽ CPM-ന് 101 സ്ഥാവര ജംഗമ വസ്തുക്കൾ. അതിൽ 1ന്റെ മാത്രമേ കണക്ക് കാണിച്ചിട്ടുള്ളൂ. 7 വിൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നതും? ഈ കണ്ടെത്തലുകൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയ കണ്ടെത്തലുകളും അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോഴും CPM ആത്മവിശ്വാസത്തോട് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ വെറും ഒരു അന്വേഷണ പ്രഹസനം എന്നാണ്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണോ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്നത്? നമുക്ക് ഈ മഞ്ജുഷനോട് ഈ ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഇല്ലാത്ത കാര്യങ്ങളാണോ എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. അത് ഞാൻ ആദ്യത്തെ നമുക്ക് അതിനെക്കുറിച്ചിട്ട്, കാരണം ഈ അസ്കറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് വേണം. പക്ഷേ ഇവിടെ നിങ്ങളിപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങളുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ലോക്കൽ കമ്മിറ്റികൾക്കോ മറ്റോ ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കിടന്ന് ഉരുളണത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് അറിയില്ല. ഒരു CPM പോലുള്ള ഒരു പാർട്ടിക്ക്, ഒരു കേഡർ പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ബാലിശമായി പോയി. കാരണം ഇത്തരം സംഭവങ്ങളിലെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് BJP EDയെ മുന്നിലിറക്കി കളിക്കുകയാണെന്ന് തോന്നുന്നവർക്ക് പോലും സംശയം തോന്നുന്ന വിധത്തിലുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. CPM-ന്റെ, ഞാനൊരു 7 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണ്, CPM-ന്റെ ഒരു ന്യായ പൈസ കണക്കുകൾ അതാത് ജില്ലാ സെക്രട്ടറിക്ക് അറിയില്ല, ഒരു അക്കൗണ്ട് ഉണ്ടോ എന്നറിയില്ല, അവിടെ സ്വത്തുണ്ടോ എന്നറിയില്ല. ഇപ്പൊ നിങ്ങൾ ഈ മറ്റേ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുകയാണ്, ഇന്ന ലോക്കൽ കമ്മിറ്റി നിൽക്കുന്നത് സ്വന്തം ഭൂമിയിലാണോ അതോ അത് വാടക കെട്ടിടത്തിലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം കൈമലർത്തില്ല. ഈ നിലയ്ക്ക് അത് CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു ധാരണയല്ല സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഈയിടെയായിട്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിനെ ചുറ്റിപ്പറ്റിയിട്ട് ഈ പാർട്ടിയെ അങ്ങേയറ്റം നെഞ്ചിലേറ്റി വിശ്വസിച്ചിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അങ്ങേയറ്റം സംശയത്തിന്റെ നിഴലിൽ നിർത്തുമാറുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ചങ്ങാത്ത മുതലാളിത്തത്തെ അങ്ങേയറ്റം എതിർത്തിരുന്ന ഒരു വ്യവസ്ഥിതിയാണ് CPM-ന്റെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്.
വർഗീസിനോട് ഇപ്പോൾ പുതിയ വിവരം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ജില്ല അക്കൗണ്ടിന്റെ കാര്യത്തിന് പുറമെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ സ്വത്തുക്കളുടെ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതും എം വർഗീസ് പറയുന്നത് ഇല്ല, അങ്ങനെയൊന്നുമില്ല എന്നുള്ള ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം, ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങളും സ്വത്തിന്റെ വിവരവും ഒക്കെ കേന്ദ്ര ഏജൻസികളിലേക്ക് ചെല്ലുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കിയാൽ അവർ പറയും. ഈ വിവരങ്ങളെല്ലാം ഈ കുറെ നാളായി സഹിച്ച് മടുത്തത് കൊണ്ട് പാർട്ടി അംഗങ്ങളോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഒക്കെ തന്നെയാണ് ഇതെല്ലാം കൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വഴിയായിട്ട് നൽകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ജില്ലാ സെക്രട്ടറി പറഞ്ഞു വഷളാക്കുകയല്ലേ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ അക്കൗണ്ടുകളുടെ കാര്യം ചോദിച്ചപ്പോൾ, ഈ ലോക്കൽ കമ്മിറ്റിയിലുള്ള അക്കൗണ്ടുകളെ പറ്റി ചോദിച്ചപ്പോൾ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം എന്നുള്ള രണ്ട് രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള കാര്യം. സ്വത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് മറുപടി വരുന്നത്. ഈ 101 സ്വത്തുക്കൾ, അതിൽ ഒന്നിന്റെ മാത്രം വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് നൽകിയിട്ടുണ്ട്, 7 എണ്ണം വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചോദിക്കുമ്പോൾ പാർട്ടിക്ക് അങ്ങനെ രഹസ്യമായിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ്. ഇതെങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? ED ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ജനങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുന്നിലെ എനിക്കറിയില്ല ഈ 101 സ്ഥാവര ജംഗമ സ്വത്തുക്കൾ. മഞ്ജുഷ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു 10, 20, 25 വയസ്സ് വരെ ഈ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്ന് കേട്ടിരിക്കുന്നത് വലിയ വലിയ തറവാടുകളും അതുമാതിരിയുള്ള പറയില്ലേ മനകളൊക്കെ ഭാഗം വെക്കുമ്പോഴാണ് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കുന്നത്. അതിന്റെ കൂട്ടത്തിലൊരു വാക്കും കൂടി ഉണ്ടായിരുന്നു, കുഴിക്കൂർ ചമയങ്ങളും. സ്ഥാവര ജംഗമ സ്വത്തുക്കളും കുഴിക്കൂർ ചമയങ്ങളും എന്നുള്ള വാക്കുകളൊക്കെ കേട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുടുംബ ഭാഗങ്ങളും കുടുംബത്തിന്റെ പ്രശ്നങ്ങളുമായിട്ടുള്ള ഭാഗം വെപ്പൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ്. അത് CPM പോലുള്ള ഒരു തൊഴിലാളി വർഗ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണ ഏജൻസിക്ക് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടിക്ക് 101 സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിനാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ ആദ്യം ചോദിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിച്ചു വരുമ്പോൾ പറയാം, ഇത് ED തൃശൂർ ഇലക്ഷനുമായിട്ട് മാത്രം നടത്തുന്ന ഒരു സ്റ്റണ്ടാണ്, ഒരു ഗിമ്മിക്കാണെന്ന് പറയാൻ സാധാരണക്കാരായ ആൾക്കാർക്ക് സാധിക്കുമോ? ഇത്തരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇത്തരം പ്രശ്നങ്ങളെ തലനാരിഴ കീറിയിട്ട് വിശകലനം ചെയ്യുന്നവരാണ് പാർട്ടിയുടെ ശത്രുക്കൾ എന്നാണ് എല്ലാ കാലത്തും പാർട്ടി കരുതിയിരിക്കുന്നത്. അല്ല, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ED പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് ചോർത്തിക്കൊടുക്കുമാറുള്ള കള്ളത്തരങ്ങൾ പാർട്ടിയിൽ വർദ്ധിച്ചപ്പോൾ അത് ചോർത്തിക്കൊടുക്കാതെ ഈ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് കണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോ പാർട്ടി ഓഫീസുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ടവരോ ആണ് ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്നത്. അല്ലാണ്ട് EDക്ക് ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസി പോലെ ഇവരുടെ പാർട്ടി ഓഫീസിലുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ കണക്കെടുക്കാനോ കുഴിക്കൂർ ചമയങ്ങളുടെ കണക്കെടുക്കാനോ 4 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുവെന്നും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ 1 കോടി രൂപ പിൻവലിച്ചു എന്നൊക്കെ ED പറയുന്നത് ഇങ്ങനെ വെറുതെ ED പോലുള്ള ഒരു ഏജൻസിക്ക് ഇങ്ങനെ പാർട്ടിയെ BJPയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുക. നമുക്ക് ഇതിലത്തെ ഒരു 50% നമുക്ക് വിചാരിക്കുക സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കേരളത്തിൽ 149 CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നടന്നിട്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ED ശ്രദ്ധിക്കാതെ നമ്മുടെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളിൽ വ്യാപൃതമായിക്കൊണ്ട് നിത്യേന സെൻസേഷണൽ ന്യൂസ് ലീക്കേജ് നടത്തുമ്പോൾ അതിന് വെറും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല, ഈ പാർട്ടിയുടെ മുഖം മൂടി വലിച്ചു കയറുക എന്നൊരു ലക്ഷ്യവും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കേന്ദ്ര ഏജൻസികൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഒരു നീക്കം എന്ന രീതിയിലും അതോടൊപ്പം തന്നെ CPMന്റെ ഈ ക്രമക്കേടുകൾ കരുവന്നൂർ ബാങ്കിൽ തുടങ്ങി തൃശ്ശൂർ ജില്ലയാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്രമക്കേടുകൾ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി EDക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. പക്ഷെ ED ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിലെ അവിടെ ചെന്നെത്താൻ വൈകി. മഞ്ജുഷേ, നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് 1 കൊല്ലം മുമ്പാണ്. അപ്പൊ ഏകദേശം 2 കൊല്ലം അവിടുത്തെ എല്ലാവിധ നമ്മൾ പറയില്ലേ കമ്പ്യൂട്ടർ തെളിവുകളും കമ്പ്യൂട്ടർ ശേഖരിക്കപ്പെട്ട തെളിവുകളും മായ്ച്ചു കളയാനുള്ള ഒരു അവസരം അവിടെ കൊടുത്തു. കൃത്യമായ സമയത്ത് അവിടെ എത്തിയിരുന്നുവെങ്കിലും 1 വർഷം മുമ്പ് ഇപ്പൊ ED പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടിരുന്നുവെങ്കിലും ഇതിനേക്കാൾ വിശ്വാസ്യത നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും ഈ പാർട്ടിയുടെ തകർച്ചയിൽ അങ്ങേയറ്റം മനമുരുകുന്ന പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ED അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഇന്നിപ്പോ ഞാനും മഞ്ജുഷ് എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നമ്മൾ 1-2
ഡയലോഗുകൾ സംസാരിച്ചതിലെ ഈ PK ബിജുവിനെ 9 മണിക്കൂർ ചോദ്യം ചെയ്തു, വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഈ PK ബിജുവിന്റെ കാര്യത്തിൽ എന്തായിരുന്നു PK ബിജുവിലേക്ക് സംശയം എത്താനുള്ള കാരണം? പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ PK ബിജു ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടാണെന്ന് അദ്ദേഹം നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടില്ല എന്ന് അദ്ദേഹം കോഴിക്കോട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ അന്ന് വൈകുന്നേരം ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് തൊണ്ട തൊടാണ്ട് വിഴുങ്ങേണ്ടി വന്നു. കാരണം നിങ്ങൾ ആ പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കി. അപ്പൊ എന്തിനാണ് PK ബിജു ഇത്തരത്തിലുള്ള ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? പിന്നീട് എന്താ, വെളപ്പായ സതീശന്റെ ബിനാമി, വെളപ്പായ സതീശൻ PK ബിജുവിന്റെ ബിനാമിയാണ്. ഈ കരുവന്നൂർ സഹകരണ സംഘത്തിലെ സതീഷുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും നാഥൻ PK ബിജുവാണെന്ന് പുറത്തു വന്നിട്ടുള്ള സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും എന്ത് രേഖയാണ് ഇവരുടെ കയ്യിലുള്ളത്, ഈഡിയുടെ കയ്യിലുള്ളത് എന്നുള്ളത് പുറത്തേക്ക് വിടാൻ ഈഡിക്കായിട്ടില്ല. പിന്നീടിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് PK ബിജുവിനെ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ 9 മണിക്കൂർ ചോദ്യം ചെയ്തു, 8 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നുള്ളതൊക്കെ കുറച്ച് എക്സാജറേഷനാണ്. കാരണം ഇവരുടെ ED ഓഫീസിലേക്ക് കയറുന്ന സമയം മുതൽ പുറത്തേക്ക് വിടുന്ന സമയം വരെയുള്ള ഒരു കണക്കാണ് പറയുന്നത്. 1-2 മണിക്കൂറായിരിക്കാം ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ED ഓഫീസിലെ ചോദ്യം ചെയ്യലുമായിട്ടൊക്കെ വളരെ പരിചയമുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ഈ 9 മണിക്കൂറും 8 മണിക്കൂറൊന്നും ചോദ്യം ചെയ്യലുണ്ടാവില്ല, 1-2 മണിക്കൂറാണ് ബാക്കി അവിടെ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സെൻസേഷണൽ ന്യൂസ് 9 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോഴത്തെ ഭീകരാവസ്ഥ ഭയങ്കരമാണ്. അപ്പോ ഇതിൽ ഞാൻ കാണുന്നത്, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഈ നമ്മുടെ ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ഈ കുത്തക മുതലാളിമാരിൽ നിന്നും ഈ പാർട്ടി സംഭാവന സ്വീകരിച്ചു എന്ന കാര്യവും 4 കോടി രൂപ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ 4 കോടി രൂപയുടെ നിക്ഷേപം കണ്ടെത്തിയ കാര്യമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചിലതൊക്കെ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി ശരി ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വന്നത് മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കരുവന്നൂരിൽ അദ്ദേഹം ഈ സ്വത്ത് വിവരത്തിന്റെ കാര്യമല്ല, അത് ഏറ്റവും അവസാനം പുറത്തു വന്ന വിവരമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കിൽപ്പെടാത്ത CPM-ന്റെ 101 സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്വത്ത് മാത്രമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. അതിനു മുൻപ് ഈ അക്കൗണ്ട് മരവിപ്പിച്ച കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഏർപ്പാടാണ്, അതിലൊന്നും ഞങ്ങളൊന്നും വീഴാൻ പോകുന്നില്ല എന്നാണ്. അല്ല, മുഖ്യമന്ത്രിക്ക് അങ്ങനെ പലതും പറയാം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ അപ്പോൾ ഈ പറയുന്ന പോലെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ അകത്ത് ഇത്ര കോടി രൂപ സമാഹരിച്ചിരിക്കുന്നതും ഇവർ ഇത്രയധികം സ്വത്ത്, ലാൻഡ്, പ്രോപ്പർട്ടികൾ ഉൾപ്പെടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതും അതൊന്നും IT ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്നും അറിയിക്കാതെ പോയതും എല്ലാം തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അതൊക്കെ പുറത്തു വരാനും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനും വേണ്ടിയിട്ടാണോ? അതാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കാനുള്ളത്. അദ്ദേഹം കുറേ കാലമായിട്ട് എന്തൊക്കെയോ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള കേസ് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേരളത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്, കരുവന്നൂർ ബാങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനിറങ്ങിയാലോ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ഡയലോഗാണ് എന്താണ്, ഇത് കേരളത്തിനെതിരായിട്ടുള്ള സമരമാണ്. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ നാടിനെ കക്കും, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇവർ കൊള്ളയടിച്ചുകൊണ്ട് പോകും, ഇവർക്ക് മോഷ്ടിക്കാൻ പറ്റുന്നതെല്ലാം മോഷ്ടിക്കും. ഇതിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഉടനെ അത് കേരളത്തിനെതിരായിട്ടുള്ളൊരു വെല്ലുവിളി എന്നുള്ള തലത്തിലാണ് മുഖ്യമന്ത്രിയും CPM-ന്റെ നേതാക്കളും കുറച്ച് നാളുകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരു വക പോലും സുതാര്യമായിട്ട് ചെയ്യുന്നതിനോട് ഒരു തരത്തിലുള്ള താല്പര്യവുമില്ലാത്ത പാർട്ടിയാണ് CPM. അവർക്ക് കൈതോലപ്പായയിൽ പൊതിഞ്ഞു വാങ്ങിക്കൊണ്ട് പോയി മാത്രമാണ് അവർക്ക് ശീലം. അല്ലാണ്ട് അവർക്ക് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് പാർട്ടിക്ക് ഫണ്ട് മേടിക്കുന്നതിനോ പാർട്ടിക്ക് സംഭാവന സ്വീകരിക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള താല്പര്യവും CPM-നില്ല. ഇവർ കുറേ കാലമായിട്ട് കുത്തക മുതലാളിമാർക്കെതിരെ ബൂർഷകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ CPM-ന്റെ ഈ പറയുന്ന സംഭാവന അവർ വാങ്ങിയിരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും എല്ലാം കുത്തക മുതലാളിമാരാണെന്നേ. എല്ലാം കുത്തക മുതലാളിമാർ തന്നെയാണ് ഇവർക്ക് സംഭാവന കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതിനെ ഏറ്റവും ഗുരുതരമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പല ജുവലറികളുടെ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഇവർ സംഭാവനയായിട്ട് മേടിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് അവർക്കത് ഇത്രയധികം രൂപ ഈ പറയുന്ന ജുവലറി മുതലാളിമാർ സംഭാവനയായിട്ട് നൽകുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. അതായത് കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള GST വിഹിതം പ്രോപ്പറായിട്ട് ഇവരുടെ പലരുടെ ഇവർ പിരിക്കുന്നില്ല. എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങുന്നു. അല്ല, എല്ലാ മുതലാളിമാരും
മുതലാളിമാരും വാങ്ങിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. CPM മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ CPM മറ്റുള്ളവർക്ക് നേരായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് CPM എന്താണ് ചെയ്യുന്നത് മറുഭാഗത്ത് എന്നുള്ളതാണ് ചോദ്യം. എല്ലാ പാർട്ടികളും വാങ്ങിക്കുന്നുണ്ട്, BJP വാങ്ങിക്കുന്നുണ്ട്, കോൺഗ്രസ് വാങ്ങിക്കുന്നുണ്ട്, DMK വാങ്ങിക്കുന്നുണ്ട്, തൃണമൂൽ വാങ്ങിക്കുന്നുണ്ട്, CPM വാങ്ങിക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ വാങ്ങുമ്പോൾ മാത്രം കുഴപ്പമാവുകയും അവനവൻ വാങ്ങുമ്പോൾ അതൊരു പ്രശ്നമല്ലാതെ ആവുകയും കുത്തക മുതലാളിമാരൊക്കെ നല്ല മുതലാളിമാരായി മാറുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM ആണ് ഇവിടെ വാഷിംഗ് മെഷീനായിട്ട് പ്രവർത്തിക്കുന്നത്. എന്ത് വാഷിംഗ് മെഷീൻ? അതായത് നല്ല മുതലാളി ഏത്, കുത്തക മുതലാളി ഏത്, ബൂർഷ മുതലാളി ഏത് എന്നൊക്കെ തരംതിരിച്ചു കൊടുക്കുന്നു. ബൂർഷ മുതലാളിയും കുത്തക മുതലാളിയും CPMന് സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വാഷിംഗ് മെഷീനകത്തിട്ട് അതിനെ വളരെ വൃത്തിയാക്കി അവരെ നല്ല മുതലാളിയാക്കി പുറത്തിറക്കി കൊടുക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാറി എന്നുള്ളതാണ് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ കഴിയുന്ന കാര്യം. ഇവിടെ കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് സാധാരണ ജനങ്ങൾക്കാണ്. മുതലാളിമാരുടെ നിന്ന് സംഭാവന വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ കരുവന്നൂരിലെ വിഷയം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് സാധാരണ മനുഷ്യർക്കാണ്. തെങ്ങ് കയറ്റക്കാർക്ക്, ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക്, ഒരായുഷ്കാലം മുഴുവൻ മരുഭൂമിയിൽ ഉൾപ്പെടെ കിടന്ന് പണിയെടുത്തിട്ട് ആ സമ്പാദ്യവുമായിട്ട് തിരിച്ചു വന്നവർക്ക്, ഇതുപോലുള്ള സാധാരണക്കാർക്കാണ് അവർ തുരുക്കൂട്ടി വെച്ച സമ്പാദ്യത്തിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നതും വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആ വ്യാജ അക്കൗണ്ടുകളിലേക്ക് അവരുടേതായ രീതിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതും. ഇവിടെ ED പറയുന്നതിനകത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം പോലും CPMന്റെ ഒരു നേതാവിന് അവശേഷിക്കുന്നില്ലെന്നേ. അവരാകെ പറയുന്നത് എന്താണ്, ഈ സമയത്ത് ഇത് കൊണ്ടുവരുന്നത് BJPക്ക് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ടെന്ന് മാത്രമാണ്. അല്ലാണ്ട് അവർക്ക് ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ സ്വത്തില്ല എന്ന് പറയാനുള്ള ആർജവമോ സുതാര്യതയോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് അവശേഷിക്കുന്നില്ല. എന്നോട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, പാർട്ടിക്കാണോ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത്, പക്ഷേ അരിവാളിനല്ല. ഞാൻ ചോദിച്ചു അതെന്താ? പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന വിവരങ്ങൾ പലതും പുറത്തു കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ തന്നെയാണ്. കേന്ദ്ര ഏജൻസികളുടെ പണി എളുപ്പമാകുമല്ലോ, പക്ഷേ ഈ പണി നീണ്ടുപോവുകയാണ്. അല്ല, പണി നീണ്ടുപോകും മഞ്ജുഷ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് തെറ്റായിട്ട് ഒന്നാമത്തെ കാര്യം CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം മാത്രമല്ല കക്കാനും നിൽക്കാനും പഠിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇട്ട് കൊടുക്കുക, EDയെ തെറ്റാൻ നമുക്ക് ഒരിക്കൽ അറിയാമല്ലോ, നമ്മൾ തന്നെ ഒരിക്കൽ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, മറ്റൊരു തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു, അത് പുറത്തു വരുന്നു, അത് ഫേക്കായിരുന്നു എന്നുള്ള പേരിൽ പിന്നെ CPM കുറച്ച് ദിവസം അതിൻ്റെ പുറകെ കിടന്ന് പിടിച്ചു തൂങ്ങുന്നു, കണ്ടില്ല ED പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാന്നുള്ളത്. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ വ്യക്തതയും ഇതിൻ്റെ സത്യസന്ധതയും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആയിരിക്കും. അപ്പം ഞാൻ EDയുടെ വ്യക്തമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരു കാര്യം മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള സമയം കൊടുക്കണമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ ഇതിനകത്ത് ആർക്കും രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് ഇതുവഴി ഒന്നും നേടിയെടുക്കാനൊന്നുമില്ല. ഇവിടെ കാര്യം നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, അതിൻ്റെതായ സമയം എടുക്കണം. അതാണ് ED എടുക്കുന്നത്. ശരി, ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ അല്പസമയത്തിനകം ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടി ചേരും. ശ്രീ MK ഹരിദാസ്, EDയുടേതായ സമയമെടുക്കണം, അതുപോലെ തന്നെയാണ് മറ്റ് കേന്ദ്ര ഏജൻസികളുടെ കാര്യവും. പക്ഷേ ഇവിടെ ഏതാണ്ട് ജനുവരി മാസത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ ഏജൻസികൾക്ക് റിപ്പോർട്ട് നൽകിയത്. അത് കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ള ഈ ക്രമക്കേടുകളെ കുറിച്ചാണ്. അത് പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്കിലായിരുന്നു. കരുവന്നൂർ ബാങ്കിൽ CPMന്റെ രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരം, പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ള വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയുണ്ടായി, ധനമന്ത്രാലയത്തിന് നൽകുകയുണ്ടായി, അതായത് ആദായ നികുതി വകുപ്പിന് നൽകുകയുണ്ടായി, RBIക്ക് നൽകുകയുണ്ടായി. പക്ഷേ അതിനുശേഷം അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കേണ്ട സമയം പോലും ആയിട്ടുണ്ടല്ലോ. ഏകദേശം 3 മാസത്തോളമായി ഈ വിവരങ്ങൾ കൈമാറിയിട്ട്. പക്ഷേ അന്വേഷണം തുടരുന്നതേ ഉള്ളൂ ഇപ്പോഴും. അതായത് ഈ അന്വേഷണം ചൂടുപിടിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവുമാണ്. അത് സംശയത്തിനിട നൽകുന്നു എന്നല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാര്യം ശരിയാണ്, CPMന് പോലും പൂർണ്ണമായിട്ടും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് യുവരാജ് പറഞ്ഞതുപോലെ ഇപ്പോൾ EDയുടെ ഈ അന്വേഷണത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കും സംശയം വരികയാണ്. തീർച്ചയായിട്ടും ഞാനിത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്,
എന്തായി? ഞാനല്ല ചോദിച്ചത്, ഹൈക്കോടതിയാണ് ചോദിച്ചത്. എന്താണ് നിങ്ങൾ ഈ കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. ഇനി ഞാൻ മഞ്ജുഷിനോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. സന്തോഷ് ഈപ്പൻ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 11 ഐഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയിലിരുന്നിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു ഫോൺ പിന്നീട് വിനോദിനി ബാലകൃഷ്ണന്റെ കയ്യിലാണ്, അവരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തെളിവുകൾ വരെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് മാധ്യമങ്ങൾ വഴി. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് താങ്കളുടെ കയ്യിൽ, ഇപ്പോൾ ഒരു CPM നേതാവ് വന്നിട്ട് ചോദിക്കുകയാണ് താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണെന്ന് ചോദിച്ചാൽ എന്റെ കയ്യിലില്ല, എനിക്ക് മാധ്യമങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്തായി മഞ്ജുഷ ആ കേസ്? ഇപ്പൊ ഇവിടെ ശ്രീ ഗോകുൽ അതിനും കൂടി മറുപടി പറയട്ടെ. ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞിട്ടുള്ള 3 മാസമോ 6 മാസമോ 1 കൊല്ലോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ലൈഫ് മിഷൻ പദ്ധതിയുടെ കേസ് എന്തായി? പിന്നെ ഇപ്പൊ ഈ ശ്രീ ഗോകുലിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാലും ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ BJPയുടെ പ്രതിനിധികളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാലും ഇന്ത്യയിലെ 17 സ്റ്റേറ്റിൽ മാത്രമാണ് ഒരു രാഷ്ട്രീയ കള്ളത്തരവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൈക്കൂലിയും ഒരു സ്വജനപക്ഷപാതവും ഒരു EDക്ക് ചോദ്യം ചെയ്യാൻ മാത്രമുള്ള ഒരു വ്യക്തി പോലും ഇല്ലാത്ത 17 സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നതാണ്. ബാക്കി ആ 17 സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കള്ളത്തരങ്ങളും ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതവും ഇത്തരത്തിലുള്ള EDക്ക് ചോദ്യം ചെയ്യാൻ മാത്രം, ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും മാത്രമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുമുള്ള സംസ്ഥാനമാണ് എന്ന് തോന്നുമാറാണ് EDയുടെ പ്രവർത്തനം. അവിടെയാണ് മഞ്ജുഷ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുള്ളത്. ഇത് എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഇത്രയേറെ? ശ്രീ ഗോകുൽ, താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, EDയുടെ പരമാധികാരം കൈകാര്യം ചെയ്യുന്നത് കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പല്ലല്ലോ, കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പല്ലേ? എന്തൊക്കെ നടപടികൾ, എന്തൊക്കെ തെളിവുകൾ? ഇപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞതൊക്കെ ഞാനും അംഗീകരിക്കാം, പക്ഷെ എന്ത് തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്? സെൻസേഷണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ലീക്ക് ചെയ്യുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിന് മാത്രം തെളിവുകൾ നമുക്കുള്ളത്? അവരെ ചോദ്യം ചെയ്തു, ഇവരെ ചോദ്യം ചെയ്തു, 1 or 2 ഈ നത്തോലികളെ പിടിച്ചിട്ട് അകത്തിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനപ്പുറമുള്ളവരിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? താങ്കളുടെ പ്രധാനമന്ത്രി വന്നിട്ട് എന്താണ് വിളിച്ചു പറഞ്ഞത്? താങ്കളായിരുന്നില്ല കഴിഞ്ഞ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഒരുപക്ഷെ മഞ്ജുഷിന് തോന്നുന്നു ഇത് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന്. പ്രധാനമന്ത്രി പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. ആരാണ് ഈ വിളിച്ചു പറയുന്നത്? ആരാണ് ഇത്? പിടിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉത്തരവിടേണ്ട ഒരു വ്യക്തി ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇത് അവിടെ നടക്കുന്നു. ഇപ്പൊ കരുവന്നൂരിന്റെ കേസിലെ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി ഫോൺ ചെയ്തതിന്റെ ആ ഫോൺ ലീക്കേജുകൾ പുറത്തുവിട്ടുകൊണ്ട് പറയുന്നു പ്രധാനമന്ത്രി അതിൽ ഇടപെടാൻ പോവുകയാണ്. ഒരു സഹകരണ ബാങ്കിന്റെ കൊള്ളയെക്കുറിച്ചിട്ട് പ്രധാനമന്ത്രി ഇടപെടേണ്ട തോതിൽ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യവും അതിലെ അന്വേഷണ ഏജൻസികളുടെ വ്യവസ്ഥിതിയും തകർന്നുപോയോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിളിച്ചു പറയല്ലാണ്ട് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനപ്പുറമുള്ള സ്വാതന്ത്ര്യ കേന്ദ്രത്തിനില്ലേ? ഇത് വെച്ചിട്ട് ഈ ഇലക്ഷന് മുമ്പ് നിങ്ങൾ ഈ ചെറിയ ഈ നത്തോലികളെ അല്ലാതെ ഇതിലത്തെ പ്രമുഖരായ ഒരു വ്യക്തിയെ ഈ കരുവന്നൂർ ബാങ്കുകളിൽ, താങ്കൾ പറഞ്ഞത് ശരിയാണ്, കരുവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞാൽ CPM-നാൽ രൂപം കൊടുത്തിട്ടുള്ള സഹകരണ സംഘമാണ്. അത് അവിടുത്തെ സഹകാരികളൊക്കെ തന്നെ CPM-ന്റെ ആളുകളാണ്. അവിടുത്തെ ഡെപ്പോസിറ്റേഴ്സ് മുഴുവൻ CPM-ന്റെ ആൾക്കാരാണ്. അത്തരത്തിലുള്ളവരുടെ സ്വത്ത് കൈയിട്ട് വാരാൻ വേണ്ടി കൂട്ടുനിന്നതും CPM തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കാനേ നിങ്ങളുടെ കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയല്ലേ താങ്കളൊക്കെ ഇവിടെ ചെയ്യുന്നത്? അല്പസമയം കൂടി തുടരുക. ഒരു സെക്കൻഡ്. ഇപ്പോൾ ശ്രീ അനിലക്കര ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിലക്കര, അടുത്ത ഡെവലപ്മെന്റ് കൂടി വന്നിരിക്കുകയാണല്ലോ കരുവന്നൂർ കേസിൽ. അത് കരുവന്നൂരും കടന്ന് തൃശൂർ ജില്ലയാകെ വ്യാപിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഈ CPM-ന്റെ സ്വത്തുക്കളിലേക്ക് അന്വേഷണം വരികയാണ്. താങ്കൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ അന്വേഷണം വഴി? അല്ല, ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യത്തെ ഘട്ടത്തിലെ കുറ്റപത്രം, ആ കുറ്റപത്രം കഴിഞ്ഞതിന് ശേഷം ഇഴഞ്ഞു നീങ്ങുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ കരുവന്നൂരുമായി മാത്രമുള്ള ഒരു അന്വേഷണമല്ല നടക്കുന്നത്, എല്ലാം കൂടി പരത്തിയുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. അത് സ്വാഭാവികമായ ആ കേസ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ മഞ്ജുഷിന് അറിയാം, നമ്മൾ കുറെ ചർച്ച നടത്തിയതാണ്. ഇതിന്റെ ED അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമുള്ള ഡെവലപ്മെന്റ് ആണല്ലോ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് കഴിഞ്ഞ ആഗസ്റ്റ് 22-നാണ് AC മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടി അറ്റാച്ച് ചെയ്തു. അത് പിന്നെ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി അത് ശരിവെച്ചു. പക്ഷെ AC മൊയ്തീനെ പ്രതിയാക്കിയില്ല. അത് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്തുകൊണ്ടാണ് ഇതിനകത്തെ കേന്ദ്ര ബിന്ദുവായ AC മൊയ്തീനെ പ്രതിയാക്കാത്തത്? എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? ആ അറസ്റ്റിന് പകരം ഇത് CPM-ന്റെ സ്വത്തുക്കളിലേക്ക് അന്വേഷണം, കാരണം അത് വേറൊരു കോണ്ടസ്റ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാനിത് അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. ഇത് ഇപ്പോൾ ഉണ്ടായ സംഭവവികാസം എന്താണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിഷയം മറ്റൊന്നാണ്. തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാർച്ച് 16-ന് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഏപ്രിൽ 2-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ
ഇങ്ങനെ സമ്പാദിച്ച തുകയിൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പൊ പുതുതായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഒരു അന്വേഷണവും ഒരു സ്ഥലത്തും എത്താത്ത രീതിയിൽ ഒരു പക്ഷേ പ്രതികൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ പോലും പോവുകയാണോ എന്ന് സംശയം ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. അതിന്റെ ഒരു അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? AC മൊയ്തീന്റെ കാര്യം താങ്കൾ പറഞ്ഞു. പക്ഷെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ട് ബിജുവിനെ ചോദ്യം ചെയ്തില്ല എന്നുള്ള ഒരു സംശയം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ബിജുവിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. തുടർച്ചയായ 2ാം ദിവസവും ബിജുവിനെ വിളിപ്പിച്ചിരിക്കുകയാണല്ലോ. MK വർഗീസിനെയും വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കാര്യങ്ങൾ ആ രീതിയിലേക്ക് നീങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാലല്ലേ കരുവന്നൂരിലെ മറ്റുള്ളവരിലേക്ക് അന്വേഷണം നീക്കുവാൻ EDക്ക് സാധിക്കുകയുള്ളൂ. അതിനിടെ ഈ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ഈ വിവരങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. അല്ല, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. തൃശ്ശൂരിലെ CPMന്റെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒരു കേസ് അന്വേഷണം ഇപ്പം MK കണ്ണനുമായി ബന്ധപ്പെട്ട വിഷയം എടുക്കാം. MK കണ്ണനുമായി ബന്ധപ്പെട്ട വിഷയം നടക്കുന്നത് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടല്ല. കരിവന്നൂർ ബാങ്കിനോട് കണക്ട് ചെയ്ത് വരുമ്പോൾ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കും കൊടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്കും ഉൾപ്പെടെയുള്ള ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ആ വിഷയത്തിൽ കരിവന്നൂരിലെ ACRുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ കഴിയില്ല. അത് കടന്ന് പെരിങ്ങണ്ടൂരിലേക്ക് പോകുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളാണ്. ഇപ്പൊ PK ബിജുവിന്റെ കേസിൽ ഞാനാണല്ലോ ആദ്യം ഈ വിഷയം പറഞ്ഞത് PK ബിജു ആണ് എന്ന് കൃത്യമായി പറഞ്ഞ ആൾ ഞാനാണ്. എനിക്ക് PK ബിജു വക്കീലിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തി പറഞ്ഞു ഇത് PK ബിജു ആണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇതിനകത്ത് 1ാം പ്രതിസ്ഥാനത്ത് വരേണ്ട ഏറ്റവും ആദ്യത്തെ സെർച്ച് നടത്തുകയും റെയ്ഡ് നടത്തുകയും അത് 98 ലക്ഷം രൂപയിൽ 40 ലക്ഷം രൂപ കണക്കിൽപ്പെടാത്ത സ്വത്താണെന്ന് അറിഞ്ഞ് മരവിപ്പിക്കുകയും EDയുടെ തന്നെ ഹയർ അതോറിറ്റിയായ ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റഡ് അതോറിറ്റി അത് ശരിവെക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് AC മൊയ്തീനെ പ്രതിയാക്കാത്തത് എന്ന ചോദ്യത്തിന് EDക്കും ഉത്തരമില്ല, ആർക്കും ഉത്തരമില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ സ്വത്തിന്റെ കാര്യം ED പുറത്തുവിടുന്നുണ്ടല്ലോ. അത് താങ്കൾക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ അല്ലേ? അതിൽ സംശയമില്ലല്ലോ അല്ലേ? അല്ല, അതിനകത്തൊന്നും ഒരു തർക്കമുള്ള കാര്യമില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് രാവിലെ 7 മണിക്കാണ് പിന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ മെയിൽ വരുന്നത്. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഈ 16-ന് ശേഷം മാർച്ച് 16-ന് ശേഷം പിന്നെ ഏപ്രിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം കോഡ് ഓഫ് കോണ്ടാക്ട് വന്നതിന് ശേഷമാണ് ചില അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത്. ആ പണം പിൻവലിക്കാനായ സാഹചര്യം എന്താണ്? കരിവന്നൂർ ഉൾപ്പെടെ തൃശൂർ ജില്ലയിലെ 25 സംഘങ്ങളിൽ ഇവർക്ക് രഹസ്യ അക്കൗണ്ടുകളുണ്ട്. അത് ആ ബാങ്കുകളിൽ ലോൺ കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ തുകയാണ്. ആ കമ്മീഷൻ തുക പിന്നീട് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ നാഷണലൈസ്ഡ് ബാങ്കിലെ അക്കൗണ്ടുകളിലേക്ക് വരികയാണ്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്ന് പണം പിൻവലിച്ച ഒരു വിഷയം നിൽക്കുന്നതാണ് ഞാൻ കൊടുത്ത പരാതി. അപ്പൊ ഇന്ന് എന്നോട് കൂടുതലായ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇത് വളരെ വലിയ വിപുലമായ ക്രൈമാണ്. ഇതിനകത്ത് PMLA ആക്ടിന്റെ പരിധിയിൽ കവിഞ്ഞ് ഇതിനകത്ത് കോൺസ്പിറൻസി ഉണ്ട്, ചീറ്റിംഗ് ഉണ്ട്, ഉൾപ്പെടെ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഒരു EDയുടെ അന്വേഷണത്തിനകത്ത് നിൽക്കുന്ന ഒരു കേസ് മാത്രമല്ല. അത് ഞാൻ തുടക്കത്തിൽ പറയാറുണ്ട്, CBI വേണമെന്ന്. ഞാനിപ്പോ ഹൈറിച്ചിന്റെ കേസ്, ഇന്നിപ്പോ ഹൈറിച്ചിന്റെ കേസ് CBI എടുത്ത ഇത് നമ്മുടെ മുന്നിലുണ്ടല്ലോ, എന്റെ പെറ്റീഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ തൃശൂർ ജില്ലയിലെ CPM നമ്മൾ ഉദ്ദേശിക്കുന്ന, ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ല, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഞാൻ എല്ലാ അക്കൗണ്ടുകളും പൂട്ടിക്കുവാൻ തന്നെയാണ് താങ്കൾ ഇറങ്ങിയിരിക്കുന്നത് CPMന്റെ. അല്ല, ഞാനത് കൃത്യമായി ഞാൻ ലൈഫ് മിഷൻ കേസിൽ വളരെ സത്യസന്ധമായി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നിലപാടെടുത്ത് തന്നെ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഏജന്റ് എന്നും പിന്നെ വീട് മുടക്കിയെന്നും CPM BJPയും ചേർത്ത് ഞാൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടും എന്നെ പരാജയപ്പെടുത്തിയത്. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ ജില്ലയിൽ പൊതുമുതൽ കട്ടുമുടിക്കുന്ന ആളുകൾക്കെതിരെ ഒരു പൊസിഷനും എനിക്ക് ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ഒരു പാർലമെന്ററി പൊസിഷനും എനിക്ക് ആവശ്യമില്ല. ഞാനിത് ഫിനിഷ് ചെയ്തേ അടങ്ങുമെന്ന് തീരുമാനമെടുത്തിറങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അതിനകത്ത് തർക്കം, ഒരു കോംപ്രമൈസ് ഈ കാര്യത്തിലില്ല. അനിൽ, ഒരു കാര്യം കൂടി, ഈ സ്വത്തിന്റെ കാര്യത്തിൽ MM വർഗീസ് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, കൃത്യമായിട്ട് ഇതിന്റെ എല്ലാം രേഖകൾ ഉണ്ടെന്നാണ്. എന്താണ് താങ്കൾക്ക് അതിനകത്ത് ബോധ്യമുള്ള കാര്യം? ED മുഴുവൻ വിവരങ്ങളും പുറത്തു വിട്ടിട്ടില്ലല്ലോ. ആകെ ഈ 101 സ്വത്തുക്കളുണ്ട്. അതിൽ ഒരു സ്വത്തിന്റെ വിവരം മാത്രമേ ആദായ നികുതി വകുപ്പിന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ 7 എണ്ണം വിറ്റു. ഇതാണല്ലോ താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യം. എന്താണ്? താങ്കളാണോ വിവരങ്ങൾ നൽകിയത്? അല്ലല്ല, അത് ഈ 101 സ്വത്തുക്കളുടെ കാര്യത്തിൽ എനിക്ക് EDയുടെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം പ്രാദേശിക, എന്റെ നാട്ടിലുള്ള ആടാട്ട് CPM ലോക്കൽ കമ്മിറ്റി
അത് കരുവന്നൂരിലെ ബാങ്ക് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നല്ല, അവിടുത്തെ നാട്ടിലെ സഖാക്കൾ തിരിച്ചെടുത്തുണ്ടാക്കിയതാണ്. അങ്ങനെ തൃശൂർ ജില്ലയിലെ നിരവധിയായ CPM പാർട്ടി ഓഫീസുകൾ, രക്തസാക്ഷികളുടെ ഓർമ്മയിലുള്ള പാർട്ടി ഓഫീസുകളൊക്കെ കരുവന്നൂരിലെ പണവുമായി കണക്ട് ചെയ്തിട്ടാണ്. വിവരങ്ങൾ കൈമാറാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അതിനകത്തില്ലേ, ഈ ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്തത് മാത്രം അല്ലേ? അല്ല, അത് ടെക്നിക്കലായ ഒരു വിഷയമാണ്. അത് അവർക്ക് എഴുതി കൊടുത്ത തീർക്കാവുന്ന വിഷയം മാത്രമാണ്. എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ് എന്ന് പറയുന്നത് CPM 25 ബാങ്ക് അക്കൗണ്ടുകൾ, സഹകരണ ബാങ്കുകളിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് കമ്മീഷൻ അക്കൗണ്ടുകളാണ്. അതിലാണ് എന്റെ ഫോക്കസ് എന്ന് പറയുന്നതും. മാത്രമല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിഷയം ചർച്ച ചെയ്യേണ്ടത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് മാർച്ച് 16 ശേഷം ഏപ്രിൽ മാസത്തിൽ ഇവർ വലിയ തുകകൾ ഈ ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. കളക്ടറുടെ കത്തുകളുണ്ട്, 1 ലക്ഷത്തിൽ കൂടുതൽ തുക പിൻവലിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുമതി വേണമെന്നുള്ളത്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന കാര്യമില്ല. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്രമങ്ങളുടെ വയലേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പകപോക്കലായി മാത്രം കാണാൻ കഴിയില്ല. ശരി, അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക ശ്രീ അനിൽ അക്കര. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും ഇതൊരു രാഷ്ട്രീയ വൈര്യം വെച്ചുകൊണ്ടുള്ള നടപടികളാണ്, CPM-നെ തകർക്കുവാനുള്ള ശ്രമം, സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാനുള്ള നീക്കം എന്നൊക്കെ. പക്ഷേ ഇവിടെ ഈ പരാതി നൽകിയ ആളാണ് അനിൽ അക്കരെ. അദ്ദേഹം കൊടുത്ത പരാതികൾ വസ്തുതകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്ക് വന്നത്. ഇത് കരുവന്നൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കാര്യം അതിനേക്കാൾ നീണ്ടു പോവുകയാണ്. മഞ്ജുഷേ, അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് CPM-ന്റെ മാത്രം പ്രശ്നമല്ല. കോൺഗ്രസും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ കോൺഗ്രസിന്റെ മരവിപ്പിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ED-യും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJP-യുടെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോ അതിനു വേണ്ട സഹായം ചെയ്യുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ശ്രീ അനിൽ അക്കര ഇറങ്ങിയിട്ടുള്ളത്. അനിൽ അക്കരയുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് അദ്ദേഹം സതുദ്ദേശപരമായി ഇങ്ങനെ ഒരു പോരാട്ട വീര്യം നടത്തുകയാണെങ്കിൽ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. CPM-ന് ഒന്നും ഒളിക്കാനില്ലെന്നേ. CPM-ന്റെ സാധാരണ പ്രവർത്തകർ അവർ തെരുവുകളിൽ നിന്നും വീടുകളിൽ നിന്നും പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് സമ്പാദിച്ചു വെച്ചിട്ടുള്ള പാർട്ടി ഓഫീസുകളും രക്തസാക്ഷി നാമങ്ങളിലുള്ള സ്മാരകങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ട് CPM കരുവന്നൂർ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ നിന്ന് സമ്പാദിച്ചതാണെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലല്ലെന്ന് അങ്ങേപ്പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ തോന്നാതിരിക്കുകയാണെങ്കിൽ അതിൽ എന്തോ അസ്വാഭാവികമായിട്ടുള്ളതുണ്ട്, അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്ന് വേണം എനിക്ക് പറയാൻ. അല്ല, അങ്ങനെ അസ്വാഭാവികത ഉണ്ട് എന്ന് ഞാനും സമ്മതിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ കണ്ണീർ നമ്മൾ നേരെ കണ്ടതാണ്, അവരുടെ വിലാപങ്ങൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുവാൻ പറ്റുകയില്ല. അവിടെ നിന്ന് കോടാനുകോടി രൂപ വെട്ടിച്ചുകൊണ്ടാണ് ഈ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ കമ്മീഷൻ ഇടുന്നതിന് വേണ്ടിയാണ് ആ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നത്. ഇതൊക്കെ കാര്യങ്ങൾ പൊതുസമൂഹത്തിനത് ബോധ്യമാകുന്നുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതിപ്പോൾ ചിലപ്പോൾ ED-യുടെ അന്വേഷണം പകുതി വെച്ച് നിർത്തി പോയേക്കാം, അതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ കണ്ണീർ തുടയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. മഞ്ജുഷേ, കരുവന്നൂരിലെ നിക്ഷേപകരുടെ കണ്ണീര് തുടയ്ക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ എടുത്തിട്ടുള്ള സമീപനങ്ങൾ നാം പലയാവർത്തി ചർച്ച ചെയ്തിട്ടുള്ളത്. സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. കോപ്പറേറ്റീവ് സർക്കാർ അല്ലത് കൊടുക്കേണ്ടത്. സർക്കാർ എന്തിനാണ് ഈ ബാധ്യത ഏറ്റെടുക്കുന്നത്? അങ്ങനെയല്ല. അല്ലല്ല, പാർട്ടി സഖാക്കൾ കൊണ്ടുപോയ തുകയ്ക്ക് സർക്കാർ ഒരിക്കലും ബാധ്യത ഏറ്റെടുക്കരുത്. അത് ഇവിടെ അല്ലല്ല, എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്ന് സർക്കാർ എന്തിനാണ് ആ ബാധ്യത ഏറ്റെടുക്കുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ ഏറ്റെടുക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഏറ്റെടുക്കുകയല്ലല്ലോ. ഏതൊക്കെ രീതിയിൽ കരുവന്നൂർ സഹകരണ ബാങ്കിനെ പിടിച്ചു നിർത്താനാകും എന്നുള്ളതിന്റെ സതുദ്ദേശപരമായിട്ടുള്ള നീക്കങ്ങൾ ഇടതുപക്ഷവും അവിടുത്തെ CPI-ഉം ചെയ്തിട്ടുണ്ടെന്നേ ഒരു സംശയമുണ്ട്. അവിടുത്തെ നിക്ഷേപകരിലെ വിശ്വാസ്യത ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിക്ഷേപകരുമായി നേരിട്ടിടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ. ഒരു തരത്തിലും അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ചിന്ത എന്താ? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് PMLA ആക്ടിന്റെ പരിധി മാത്രമാണ്. PMLA ആക്ട് എവിടെയെങ്കിലും മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്താനാണ് ED-ക്ക് നിയമപരമായി അധികാരമുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി മണി ലോണ്ടറിംഗ് നടത്തിയെന്ന അതിവിചിത്രവും അതിസങ്കീർണവുമായിട്ടുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് CPI-ന്റെ അക്കൗണ്ടുകൾ ED മരവിപ്പിക്കുന്നതും. അത് വെറും സാങ്കേതികത്വം മാത്രമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയാൻ ED-ക്ക് എത്രത്തോളം ആവുമെന്ന് വരും ദിവസങ്ങളിൽ കോടതി നടപടികളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു തരത്തിലും
CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ വേവലാതിയോ ഇക്കാര്യത്തിലില്ല. CPM-ന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നില്ല എന്നായിരുന്നു ശ്രീ അനിൽ അക്കരെ അടക്കമുള്ള ആളുകൾ നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിജുവിനെ അടക്കം അവർ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തി മൊഴിയെടുത്തു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായും CPM-ഉം BJP-യുമായി ഏതോ രഹസ്യ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ട ശ്രമവും അതോടുകൂടി പൊടുന്നു. ഒരു അനിലക്കര ഹസ്കർ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങളുടെ അക്കൗണ്ടുകളും മരവിപ്പിച്ചതിൽ പെടുമല്ലോ, അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ. അതുകൊണ്ട് കേരളത്തിൽ പോലും പ്രചാരണത്തിന് പണമില്ലാത്ത ഒരവസ്ഥ വന്നിരുന്നു. പിന്നെ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത് കൊണ്ട് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഹസ്കർ പറയുന്നത് ആദായ നികുതി വകുപ്പിന് CPM-നെ പിടിച്ചു കൊടുക്കുന്ന രീതിയായിപ്പോയി അനിൽ അക്കരയുടേതെന്ന്. മഞ്ജുഷ, ഇത് ഇവര് ആടിനെ പട്ടിയാക്കുകയാണ്, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്ന സ്വഭാവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതും ഇതും രണ്ടും വ്യത്യസ്തമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് രാജ്യത്ത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും CPI-യുടെയും ഒക്കെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഫ്രീസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റുകളും കണക്ക് കൊടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിനെനിക്കത് പിന്നെ വേറെ അഭിപ്രായമാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിനകത്ത് 5 അക്കൗണ്ടുകൾ, ആ അക്കൗണ്ടുകൾ നാഷണലൈസ്ഡ് ബാങ്കിലേതല്ല, അത് സഹകരണ ബാങ്കിലേത് ഉൾപ്പെടെയുള്ള ബാങ്കിലേതാണ്. അതിനകത്ത് പെട്ട ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക്. ആ ബാങ്കിന്റെ അക്കൗണ്ടുകൾ, ആ ബാങ്കിലുള്ള CPM-ന്റെ അക്കൗണ്ടുകൾ, ആ അക്കൗണ്ട് പിന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുത്തിരുന്നു. അതിന്റെ ഭാഗമായുള്ള നിരീക്ഷണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നടത്തിയിരുന്നു. അത് വേറൊരു കേസാണ്. ആ കേസിനപ്പുറത്ത് മാർച്ച് 16 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം, കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നതിന് ശേഷം ജില്ലാ കളക്ടർമാർ സഹകരണ ബാങ്കിലെ ജോയിന്റ് രജിസ്ട്രാർമാർക്കും അതുപോലെ തന്നെ ലീഡ് ബാങ്ക് മാനേജർമാർക്കും കത്തെഴുതിയിട്ടുണ്ട്. ഈ കോഡ് ഓഫ് കോണ്ടാക്ടിന് ശേഷം 1 ലക്ഷം രൂപ അനധികൃതമായോ അല്ലാതെയോ മുകളിൽ മാറ്റുന്ന ആളുകളുടെ വിവരം അപ്പോൾ തന്നെ ഇത് അറിയിക്കാനായിട്ടുള്ള ഒരു സർക്കുലർ എല്ലാ ലീഡ് ബാങ്ക് മാനേജർമാരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത വിഷയത്തിൽ ഏപ്രിൽ മാസത്തിൽ കോടിക്കണക്കിന് രൂപ, കോഡ് ഓഫ് കോണ്ടാക്ടിന് ശേഷം കോടിക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചപ്പോ ആ ബാങ്ക് മാനേജർ അതിന് തടസ്സവാദം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ് തുക മാറിക്കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറെയും അറിയിച്ചു. അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഫ്രീസിംഗ് ആണിത്, അല്ലാതെ മറ്റ് സംവിധാനങ്ങളോ ഇവര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മഞ്ജുഷിന് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി. അതും കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതുമായിട്ട് ഒരു ബന്ധവുമില്ല ശ്രീ അനിലക്കര. ഹസ്കർ പക്ഷേ അത് വെറുതെ ഹസ്കർ അത് ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. ശ്രീ യുവരാജ് ഗോകുൽ, പക്ഷേ ഈ സ്വത്ത് വിവരത്തിന്റെ കാര്യത്തിൽ അനിലക്കര ഇപ്പോഴും തനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇക്കാര്യമെന്നാണ് പറയുന്നത്. പക്ഷേ അക്കൗണ്ടിന്റെ കാര്യത്തിലൊക്കെ അല്ല, അത് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നതിനോട് നമുക്ക് എതിരഭിപ്രായമൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഹസ്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പിരിവെടുത്ത് കഷ്ടപ്പെട്ട് പണിത കെട്ടിടങ്ങളാണെന്ന്. അല്ല, അവർ പിരിവെടുത്തോ അവർ അല്ലാതെ കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അവർ കമ്മീഷൻ വാങ്ങിച്ചോ അല്ലെങ്കിൽ സംഭാവന വാങ്ങിച്ചോ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും പിരിവെടുത്തും കഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ്, പ്രവർത്തകർ കയ്യിൽ നിന്ന് കാശിട്ടും ഒക്കെ തന്നെയാണ് പലപ്പോഴും ഓഫീസുകൾ പണിയുന്നതും സ്ഥലം മേടിക്കുന്നതും മറ്റ് പരിപാടികൾ നടത്തുന്നതും എല്ലാം ചെയ്യുന്നത്. ഒരു പുതുമയൊന്നുമല്ല, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് ധരിപ്പിക്കേണ്ടടുത്ത് ധരിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്, അക്കൗണ്ടബിലിറ്റി മാത്രമാണ് വിഷയം. ഇവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്കും അറിയാവുന്നത്. അല്ലാണ്ട് നമുക്കിപ്പോൾ പോയിട്ട് CPM-ന് എത്ര സ്ഥലമുണ്ട് കണ്ണൂരിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെന്ന് പറഞ്ഞ് അന്വേഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? അല്ല. ED കരുവന്നൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ അക്കൗണ്ടുകളിൽ നടന്നിരിക്കുന്ന ഒരു തിരിമറിയുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം തുടങ്ങി. ആ അന്വേഷണം നൂല് പിടിച്ച് മറ്റു പല സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ആ സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ പുതിയ കാര്യങ്ങൾ വെളിയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ്. ഇനി CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ചൊന്നും മറയ്ക്കാനും ഒളിക്കാനും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി ബോധിപ്പിക്കേണ്ടടുത്ത് ബോധിപ്പിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടല്ലോ. അവർക്കത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പോൾ അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് തന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് വേണ്ടണം, ഉണ്ടണം, ഇല്ലണം എന്നൊക്കെ ഉള്ള തലത്തിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്. എന്താണ്, ഇത് ഉണ്ടോ ഇല്ലയോ ഉണ്ടോ പറയുന്നതിനകത്ത് എന്താണ് ക്ലാരിറ്റി ഇരിക്കുന്നത്? പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു ക്ലാരിറ്റിയും ഞാൻ നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല. ഇപ്പോൾ ഈ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനോട് രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഇതിനോട് അവർ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുമ്പോൾ ഇത് ഉണ്ടോ ഇല്ലയോ, പറഞ്ഞിരിക്കുന്നത് ശരിയാണോ ശരിയല്ലയോ,
തുടക്കം മുതൽ ഈ ഏത് വിഷയം എടുത്തിരുന്നോളെ, മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിഷയമായിരുന്നാലും ശരി തന്നെയാണ്, കരുവന്നൂർ ബാങ്കുമായിട്ടുള്ള വിഷയമായിരുന്നാലും എന്തായാലും ശരിയാണ്, മറ്റെന്തെങ്കിലും ആയിരുന്നാലും ശരി തന്നെയാണ്. ഇവർ പറയുന്നതിനകത്ത് വ്യക്തതയില്ലെന്നേ. ഇവർക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടാണ് വ്യക്തമായിട്ട് മറുപടി പറയാനില്ലാത്തതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്നുള്ളത്. പിന്നെ ED PMLA മാത്രം അന്വേഷിച്ചാൽ മതി. നോക്കൂ, കരുവന്നൂർ ബാങ്കിനകത്ത് വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ വലിയ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം കാശിട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടിട്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലത്തിൽ കൊണ്ടിട്ടിരിക്കുന്നതാണോ, ഇത് അന്വേഷിച്ച് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ വ്യാജ അക്കൗണ്ടുകൾക്കകത്ത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ കൊണ്ടുവന്ന് അമാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉറവിടം അന്വേഷിച്ച് അത് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ആരാ അന്വേഷിക്കേണ്ടത്? സ്വാഭാവികമായിട്ട് ED പോലുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയല്ലേ അന്വേഷിക്കേണ്ടത്. അല്ലാണ്ട് ഇനിയിപ്പോൾ അസ്കർ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ട് മാത്രമാണോ? പിന്നെ ഇവിടെ സംസ്ഥാന സർക്കാർ എന്തോ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കരുവന്നൂരിലെ ആൾക്കാരുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്. നോക്കൂ, നമ്മളൊരു ബാങ്കിൽ കൊണ്ട് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാങ്കിൽ പൈസ ഇടാനും പൈസ എടുക്കാനും ഒരു സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി നമുക്ക് ആർക്കും ആവശ്യമില്ല. വ്യക്തികൾക്ക് നമ്മൾ വളരെ ലീഗലായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സഹകരണ ബാങ്കിൽ കുറച്ച് വ്യക്തികൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്നു. അവരുടെ പൈസ തിരിച്ചെടുക്കാൻ പോകുമ്പോൾ അവർക്ക് പൈസ കിട്ടാതാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്തതിനല്ലേ ചോദ്യം ചെയ്യേണ്ട. അല്ലാണ്ട് സംസ്ഥാന സർക്കാർ പിറകെ ആശ്വസിപ്പിക്കാൻ പോയിട്ടുണ്ട്, ആൾക്കാർക്ക് തോള് തടവി കൊടുക്കാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് EDയുടെ അന്വേഷണം ഇവിടെ ആവശ്യമില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? ഞാൻ അന്നേരം തന്നെ ഖണ്ഡിച്ചിരുന്നു. കാരണം അത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയല്ല. സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയല്ല എന്നുള്ളതല്ല മഞ്ജുഷ ഞാൻ പറയുന്നത്. അവിടെ സുതാര്യത ഉറപ്പുവരുത്തണം. അപ്പൊ അവിടെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് CPMന്റെ പണിയാണ്. മഞ്ജുഷ, അവിടെ CPM കുഴപ്പം കാണിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ അന്വേഷണം നടക്കണ്ടേ അതിന്? അപ്പോൾ അന്വേഷണം നടക്കാൻ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ ആൾക്കാരെ എല്ലാം തോളിത്തട്ടി ആശ്വസിപ്പിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കേണ്ട എന്നാണോ പറയുന്നത്? അതെന്ത് തരം ന്യായമാണ്? അപ്പോൾ അവിടെ തരികിട നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട്, വെട്ടിക്കൊള്ള നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്, അത് അന്വേഷിക്കപ്പെടണം. പിന്നെ മറ്റേ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തിനും കൂടി ഞാനൊന്ന് മറുപടി പറഞ്ഞോളട്ടെ. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു എന്താണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ാണ് ഇവിടെ സ്വർണ്ണ കടത്ത് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്ന് തന്നെയല്ലേ ഇതുവരെയുള്ള അന്വേഷണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ഇത്രയും കാലം ജയിലിൽ കിടന്നിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോകണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയല്ലേ ജയിലിൽ പോയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഗൂഢാലോചനയാണ് തെളിയിക്കേണ്ടത്. അശ്വത്ഥാമ എന്ന ആനയാണ് ഞാനാണ് എല്ലാം ചെയ്തതെന്ന് ഒരാൾ ഏറ്റെടുത്ത് കഴിയുന്ന സ്ഥിതിക്ക് പിന്നെ അതിന് മുകളിലേക്ക് ചിലപ്പോൾ നമുക്ക് ഗൂഢാലോചന കേസ് കൊണ്ടുപോയി എത്തിക്കാൻ കഴിയില്ല. ഇത് ഗൂഢാലോചന കേസിന്റെ ഒരു പ്രശ്നം അതാണ്. അത് പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. MK ഹരിദാസ്, താങ്കളാണ് പറഞ്ഞത് ആ കാര്യം. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താണ് കുഴപ്പമുള്ളത്? പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നതല്ല പ്രധാനമന്ത്രിയുടെ ചുമതല വേണ്ടത്. അതിലൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണം. എന്തുകൊണ്ട് ഇതിപ്പോ ഈ PMLA ആക്ടിന്റെ പരിധിയിൽ തന്നെയല്ലേ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിന്റെ ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ലേ ED ശിവശങ്കറിനെ പിടിച്ച് അകത്തിട്ടതും ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതും? എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോളർ കടത്തും? എന്താ ഈ ഡോളർ കടത്ത്? അത് ശ്രീ ഗോകുൽ മറുപടി പറയൂ. അതായത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒരു ബാഗ് ഡോളർ ഇവിടെ നിന്ന് ദുബായിക്ക് കടത്തി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞു അതിൽ ശിവശങ്കറിനുള്ള പങ്കിനെ കുറിച്ചിട്ടല്ലോ ശിവശങ്കറിനെ പിടിച്ച് അകത്തിട്ടത്. ആ ഡോളർ കേസ് എന്തായി? അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടും ഒക്കെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളിലെ EDയുടെ പരിധിയിൽ നിന്നിട്ടുള്ള അന്വേഷണമല്ല വേണ്ടത്. എന്തുകൊണ്ടൊരു CBI അന്വേഷണത്തിന് ഈ നമ്മുടെ പ്രധാനമന്ത്രി അന്ന് വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ് ഇനിയും കുറെ ദുരൂഹതകൾ പുറത്തു വരാനുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ. ഞാനിതാ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ശുപാർശ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിലെത്തിയാൽ ഞാൻ CBI ഞാൻ കമ്പനി മറ്റേ കോർപ്പറേറ്റ് കമ്പനി കാര്യാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് CBIയെ ചുമതലപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പിനോട് ഞാൻ ആവശ്യപ്പെടും എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാണ്ട് ഇങ്ങനെ വിളിച്ചു പറയൽ പ്രധാനമന്ത്രിയുടെ ചുമതലയല്ല. അമിത്ഷാ വിളിച്ചു പറയട്ടെ ഗോകുൽ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി വിളിച്ചു പറയട്ടെ. ആരാണ് ഈ പ്രധാനമന്ത്രി? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിളിച്ചു പറയാൻ പറ്റിയ ഒരു വാക്കല്ല ശ്രീ ഗോകുൽ അത്.
അങ്ങനെ അവിടെ നടന്നിട്ടുണ്ട്. അല്ല, കരിവന്നൂർ ഇതിനകത്ത് നടന്നിട്ടുണ്ട് CBI എന്ന് കേസ് പറയുന്നത് എങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രിയാണോ വോട്ടിന് CBI വേണ്ടി അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അത് ഇന്ത്യ വോട്ടിന് വേണ്ടി ഇന്ത്യ അദ്ദേഹം വിളിച്ചു രാജ്യത്ത് പറയുകയാണെന്ന് സാധാരണക്കാർക്ക് തോന്നുന്ന വിധമാണ്. അല്ലല്ല, ഞാനത് മറുപടി പറയട്ടെ. ഒന്ന്, താങ്കൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് പ്രധാനമന്ത്രി കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കരുവന്നൂരും പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറയുന്ന ഡോളർ കടത്ത് കേസാണ്, അത് മറ്റൊരു കേസാണ്. അതിന്റെ അന്വേഷണം വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം അത് അതിന്റേതായ സമയത്ത് പുറത്തു പറയുകയും ചെയ്യും. നരേന്ദ്രമോദിജി ഇവിടെ വന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളതിന്റെ കൃത്യമായ ഡേറ്റ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും കാലവും ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പോലും അദ്ദേഹം ജാമ്യം എടുത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ED ആണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ആ വിഷയം എടുത്ത് ഉന്നയിക്കും. പിന്നെ ഈ CBI എൻക്വയറി എങ്ങനെയാണ്? പ്രധാനമന്ത്രി ഇവിടുന്ന് ഇന്നേ വരെ ഇന്ത്യയില് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചെന്നിട്ട് പ്രധാനമന്ത്രി പറയണം അതെ ഇവിടുത്തെ കേസ് CBI അന്വേഷിക്കട്ടെ, ആ കേസ് CBI അന്വേഷിക്കട്ടെ, ഇങ്ങനൊരു പ്രസിഡൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? CBI കേസ് വരുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് റെഫർ ചെയ്യണം CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെയാന്ന് പറഞ്ഞാൽ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് CBI കേസിലേക്ക് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അല്ലാണ്ട് പ്രധാനമന്ത്രി നേരിട്ട് വന്നിട്ടാണോ ഈ CBI കേസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? താങ്കൾ എന്താണ് പറയുന്നത്? രാഷ്ട്രീയത്തിൽ നമ്മൾ കേട്ടുകേൾവിയുള്ള കാര്യമാണോ? CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളല്ലേ പറഞ്ഞത് അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയാണെന്ന് പറയുന്നത്? അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുകയാണ്. അല്ല, നടപടി ഓൾറെഡി ഇവിടെ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസല്ലേ? ഇവിടെ EDയുടെ അന്വേഷണം നടക്കുകയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് വയ്ക്കുന്നത്? ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ 7 പട്ട ഈ കേസ് സെറ്റിൽമെന്റ് ആവത്തില്ലായിരുന്നോ? നിങ്ങളുടെ ചുമതലയാണ്. അല്ല, ഇങ്ങനെ സെറ്റിൽമെന്റ് ആയിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ ഹരിദാസ്, സെറ്റിൽമെന്റ് ആയിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കേന്ദ്രീകരിച്ച് അല്ലല്ല ശ്രീ ഹരിദാസ്, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയുകയാണ്. ഇന്നിപ്പോ തെലങ്കാനയിലെ കവിതയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഡൽഹി ഹൈക്കോടതിയിലാണ് പോയിരിക്കുന്നത് ജാമ്യത്തിന്. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഡൽഹി മദ്യനയത്തിൽ ഇടപെട്ടിരിക്കുന്നതിന് കൃത്യമായിട്ടും ഒരു പ്രൈമ ഫേസി തെളിവുകളുണ്ട് എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അതേ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അകത്താണ് കിടക്കുന്നത്. ഒരിടത്തും ഒരു തരത്തിലുള്ള കോംപ്രമൈസും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളോ കാണിക്കുന്നില്ല. കൃത്യമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് പോയി കിടക്കുന്നത്. അത് ഇനിയും ആ രീതിയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ കേജ്രിവാളിന്റെ കേസിൽ ഇങ്ങനെ അറസ്റ്റ് നടന്നത് കൊണ്ടുള്ള ഭയപ്പാട് കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ PK ബിജുവും MM വർഗീസും ഹാജരാകാൻ പോലും തയ്യാറായത്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഹാജരാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ആദ്യം ഹാജരാകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വേണ്ട എന്നുള്ള നിലപാടായിരുന്നു. പിന്നെ അബദ്ധമാവെന്ന് തോന്നിയത് കൊണ്ടാണ് ഹാജരായത്. ഈ ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ച് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൽ PK ബിജു ഹാജരായിട്ടില്ലെങ്കിൽ അത് എത്രത്തോളം ദോഷം ചെയ്യുമെന്നുള്ള ബോധവും അവർക്കുണ്ട് മഞ്ജുഷ്. അല്ലാതെ വെറും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല അവർ ഹാജരായിരിക്കുന്നത്. എന്താണ് PK ബിജുവിൽ ആരോപിച്ചിരിക്കുന്ന ആരോപണം? മുൻപ് ആദ്യം മുതൽക്ക് വെളപ്പായ സതീശന്റെ ബിനാമി PK ബിജുവിന്റെ ബിനാമിയാണ് വെളപ്പായ സതീശൻ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 50 ലക്ഷത്തോളം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് PK ബിജുവിന് വേണ്ടിയാണ്. അത്തരത്തിലുള്ളൊരു പുകമറയുടെ ഒരു നമ്മൾ പറയില്ലേ, ഇത്തരം ഒരു കാര്യം പുറത്തു വന്നിട്ട് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇലക്ഷന് കേവലം 20-24 ദിവസം ബാക്കിയുള്ളപ്പോ അവിടെ ഹാജരായിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് കൂടി PK ബിജുവിനും അതുമാതിരി തന്നെ വർഗീസിനൊക്കെ പേടി തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നം മാത്രമായിട്ട് കാണാൻ ബിജുവിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് ബിജു നുണ പറഞ്ഞിരുന്നു പൊതുസമൂഹത്തിന്റെ മുന്നിൽ. അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ ഇല്ല, പാർട്ടി ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് ബിജു പറയുകയും അന്ന് വൈകിട്ട് തന്നെ ആ നുണ പൊളിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. അതിന് പുറമെയാണ് സതീഷിന്റെ മൊഴി ഉള്ളത്. സതീഷ് കുമാറിന്റെ മൊഴി PK ബിജുവിനെതിരെ ഉള്ളത്. സതീഷ് കുമാറിന്റെ അല്ലേ PK ബിജുവിനെതിരെ മൊഴിയുള്ളത്? ഈ വിവരം പുറത്തു വന്നിരിക്കുന്നു. വെളപ്പായ സതീശൻ ബിനാമിയാണെന്നുള്ള കാര്യം. ഇങ്ങനെ ബിജു സംശയത്തിലാണ്. ബിജു പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിലായത് ആ കള്ളം പറഞ്ഞതുകൊണ്ടാണ്. ആ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുവാൻ ബിജു ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു അന്വേഷണമേ പാർട്ടി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊളിഞ്ഞു.
പാർട്ടി പലപ്പോഴും പാർട്ടി പലപ്പോഴും അന്വേഷണ കമ്മീഷനുകളെ ഓരോ വസ്തുതകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിക്കാറുണ്ട്. അത് ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തലം വരെ അത്തരം കാര്യങ്ങൾ പാർട്ടി പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷനുകൾ നടത്തപ്പെടുന്നതും അവർ എടുക്കപ്പെടുന്ന തെളിവുകളെ സംബന്ധിച്ചും അവർ നടത്തുന്ന നടപടിക്രമത്തെ സംബന്ധിച്ചും പാർട്ടി പൊതുജനങ്ങളോട് പറയണം എന്ന് ഒരിടത്തും പറയുന്നില്ല. അത് പൊതുമധ്യത്തിൽ സംവദിക്കാനുള്ള വിഷയവുമല്ല. അത്തരത്തിലാണ് സഖാവ് പി കെ ബിജു അത്തരമൊരു നിലപാടെടുത്തത്. അത്തരമൊരു നിലപാട് സഖാവ് പി കെ ബിജു എടുത്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വലിയ അക്ഷന്തവ്യമായ അപരാധം ചെയ്തു, അദ്ദേഹം കടുത്ത തെറ്റു ചെയ്തു എന്ന അർത്ഥത്തിൽ നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കാനാവില്ല. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. ശ്രീ അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ, ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം എന്തോ കേസ് കൊടുക്കാൻ പോവുകയാണ്, വക്കീൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ് എന്നൊക്കെ വീമ്പ് പറഞ്ഞത് ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു. ഒരു പൊതുപ്രവർത്തകർ ഒരിക്കലും യോജിച്ച കാര്യമല്ല ശ്രീ പി കെ ബിജു ചെയ്തത്. അതിനെ എന്ത് ന്യായീകരിച്ചാലും അങ്ങനെയല്ല. ഒരു തരത്തിലും സഖാവ് പി കെ ബിജു ചെയ്തിട്ടുള്ള തെറ്റുകളെ നമുക്ക് ഒരു തരത്തിലും അങ്ങനെ തെറ്റുകളാണെന്ന് വ്യാഖ്യാനിക്കാനാവില്ല. ശ്രീ എം കെ ഹരിദാസക്ക് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് വിളപ്പായി സതീശന്റെ ബിനാമിയാണ് സഖാവ് പി കെ ബിജു എന്ന അർത്ഥത്തിൽ പോലെയാണ്. നിങ്ങൾ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കണം. നിങ്ങളുടെ മുന്നിൽ തിരിച്ചാണ് പറഞ്ഞത്. അങ്ങ് ആ തെളിവ് ഇഡിക്ക് മുമ്പാകെ കൊടുക്കുകയാണ് വേണ്ടത്. തിരിച്ചാണ് വിളപ്പായി സതീശൻ പി കെ ബിജുവിന്റെ ബിനാമിയാണെങ്കിൽ അങ്ങനെ ഒരു തെളിവ് അങ്ങയുടെ പക്ഷ കയ്യിലുണ്ടെങ്കിൽ അങ്ങല്ലേ ഇപ്പൊ ഈ പൊതുമാധ്യമത്തിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തെളിവ് ഹാജരാക്കാൻ നമ്മൾക്ക് കാര്യമാണ് സുഹൃത്തെ പറഞ്ഞത്. ആ സമയത്ത് ഇഡി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനല്ലേ എന്തും വിളിച്ചു പറയാവുന്ന ഇടമായി ചാനൽ അങ്ങനെ പറയല്ലേ സത്യസന്ധമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? എന്ത് തെളിവ്? അങ്ങയുടെ ആ തെളിവുണ്ടെങ്കിൽ അങ്ങ് ഹൈക്കോടതിയിൽ പോലൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ മൊഴിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. പി കെ ബിജുവിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചർച്ചയിൽ ഉയർന്നു വന്നത് ആ സത്യവാങ്മൂലമായിരുന്നു. ശ്രീ കെജ്രിവാളിനില്ലാത്ത പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധിക്ക് ഇല്ലാത്ത പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത പ്രൊട്ടക്ഷൻ 121 പ്രതിപക്ഷ നേതാക്കൾക്ക് ഇന്ത്യയിൽ ഇഡിയുടെ അന്വേഷണം നേരിടുകയാണ്. 125 കേസാണ് 2019 മുതൽ 2024 വരെ ഇഡി എടുത്തിട്ടുള്ളത്. ആ എടുത്തിട്ടുള്ള കേസിൽ 121 കേസുകളും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളാണ്. അപ്പോ അങ്ങനെ പ്രതികാര ബുദ്ധിയോടുകൂടി ബി.ജെ.പിയുടെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്ന ഇഡിയെ കുറിച്ചാണ് ഇപ്പോ ശ്രീ എം കെ ഹരിദാസിനെ പോലെ പൊതുമധ്യത്തിൽ ഞാൻ നിഷ്പക്ഷൻ എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പറയുന്നത്. സർ, പി കെ ബിജുവിന്റെ സുതാര്യമായ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നേ. എനിക്കൊക്കെ സഖാവ് പി കെ ബിജുവിനെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വികാരപരിതനാവുന്നത്. നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല ഭാസ്കർ. എന്താണ് പി കെ ബിജുവിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു പുകമറയിൽ നിൽക്കുകയായിരുന്നു ബിജു. ആ സമയത്താണ് പറഞ്ഞത് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല എന്ന്. ഇതൊക്കെ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹൈക്കോടതിയിൽ ഇഡി കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഒരു കാര്യം പരാമർശിച്ചത് എം കെ ഹരിദാസ് പറയുന്ന കാര്യമല്ല ശ്രീ അസ്കർ. റിപ്പോർട്ടുകൾ പൊതുജനത്തിന് മുന്നിൽ വെക്കാനുള്ളതല്ല. പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് അതാത് കമ്മിറ്റികളുടെ മാത്രം ചുമതലയിലുള്ള കാര്യമാണ്. ആ കമ്മിറ്റിക്ക് മാത്രമേ അതിനെ സംബന്ധിച്ച് പരിശോധിക്കാനും അതിൽ ചർച്ച ചെയ്യാനുള്ള അധികാരമുള്ളൂ. പിറ്റേ ദിവസം മാധ്യമങ്ങൾ ഈ അന്വേഷണ അങ്ങനെയാണെങ്കിൽ സതീഷ് കുമാറുമായിട്ട് ബന്ധമുണ്ട് പി കെ ബിജുവിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ബിജു പറഞ്ഞ കാര്യങ്ങളോ അനിൽ അക്കരയ്ക്ക് എതിരെയാണ് അദ്ദേഹം അന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്ര ബി.ജെ.പിയെ സഹായിക്കാൻ കേരളത്തിലെ ചില കോൺഗ്രസ്സുകാരുണ്ട്. തൃശൂർ ജില്ലയിലെ കാര്യമെടുത്താൽ ഒരു വാച്ച് ഡോഗ് ഇവിടെയുണ്ട്. അഴിമതിക്കെതിരെ പ്രവർത്തിക്കാൻ നിൽക്കുന്ന വാച്ച് ഡോഗ്. അഡാട്ട് ഫാർമേഴ്സ് ബാങ്ക് വിഴുങ്ങിയ വിദ്വാനാണ് ഈ വാച്ച് ഡോഗ്. ലൈഫ് പദ്ധതി വഴി 140 മനുഷ്യർക്ക് വീട് കിട്ടാതിരിക്കാൻ CBIക്ക് കേസ് കൊടുത്തയാളാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ നാടിന്റെ വികസനത്തെ തടയാൻ ഇയാൾ സംഘ് പരിവാറിനൊപ്പം അണിചേരുകയാണ്. ഇയാളാണ് എനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പരത്തുന്നത് എന്ന്. അത് പൊളിഞ്ഞടുങ്ങിയില്ലേ? അപ്പോൾ പി കെ ബിജു ഇതെല്ലാം തിരിച്ചെടുക്കും അനിൽ അക്കരയ്ക്കെതിരെ പറഞ്ഞത്? അല്ല, അനിൽ അക്കര നടത്തിയിട്ടുള്ള പ്രവൃത്തികൾക്കാകമാനം അനിൽ അക്കരയ്ക്ക് തന്നെ ജനങ്ങൾ അതൊരു തെരഞ്ഞെടുപ്പിന്റെ വിധിയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം സുതാര്യവും സത്യസന്ധവുമായിരുന്നെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിന്നല്ലോ. എന്താണ് സാർ ഇത്? അല്ല, അങ്ങ് പറയുന്നത്
സഖാവ് പി.K. ബിജുവിനെ പോലെ ഇ.ഡി. പറഞ്ഞ ഒരു കാര്യം എം.കെ. ഹരിദാസിന് പറയാൻ പാടില്ല. അനിൽ അക്കരയെ പറ്റിയിട്ട് ബിജുവിന് എന്ത് വേണമെങ്കിലും പറയാം. അല്ല, അഡാട്ട് ബാങ്കിനെ സംബന്ധിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കുമായിട്ടുള്ള സഹകാരികളെ മുഴുവൻ അപമാനിച്ച് അവിടെ നിന്ന് കൈയിട്ട് വായിട്ടുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചാനൽ ചർച്ചയിൽ പറയുമ്പോഴാണ് സർ 101 സ്ഥാവരജംഗമ സ്വത്തുക്കൾ പാർട്ടിക്കുണ്ട് എന്ന് എം.കെ. ഹരിദാസ് അല്ല സർ ഇടിക്ക് ചോർത്തി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള പാർട്ടിയുടെ ശത്രുക്കളെ തിരിച്ചറിയൂ സർ. അതാണ് ആദ്യം വേണ്ടത്. അല്ലാണ്ട് എം.കെ. ഹരിദാസ് ഇഡിയുടെ അടുത്ത് പോയിട്ട് 101 സ്ഥാവരജംഗമ സ്വത്തുക്കൾ സംഘടനാശേഷിയുള്ള ജില്ലയിൽ ശ്രീ എം.കെ. ഹരിദാസ് CPM-ന് തൃശൂർ പോലുള്ളൊരു സംഘടനാ ശേഷിയുള്ള ഒരു ജില്ലയിൽ പാർട്ടി ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ കമ്മിറ്റിക്ക് അടക്കം പല ഘട്ടങ്ങളിലും ഓഫീസുകൾ ഉണ്ടാവും. രക്തസാക്ഷികളുടെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടാവും. ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. സാംസ്കാരിക സ്ഥാപനങ്ങൾ CPM-ന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വർഗ ബഹുജന സംഘടനകൾക്ക് ഓഫീസുണ്ട് തൃശ്ശൂരിൽ. അപ്പോ 101 സ്ഥാപനങ്ങൾ, വസ്തുവകകൾ CPM സമ്പാദിച്ചിട്ടുള്ളത് ഞങ്ങളെപ്പോലുള്ള തൃശ്ശൂരിലെ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ചോരയും വിയർപ്പുമാണെന്നേ ആ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളെ നോക്കി ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു തൃശ്ശൂർക്കാരനോടാണ് താങ്കൾ സംസാരിക്കുന്നത്. ഇന്നലെ ഷിബു ബേബി ജോൺ വിളിച്ചു പറഞ്ഞ സംഗതി നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി അംഗീകരിച്ചിരിക്കുകയാണ് സാർ. ഞങ്ങൾ കോർപ്പറേറ്റുകളിൽ നിന്നും, ഞങ്ങൾ കുത്തക മുതലാളിമാരിൽ നിന്നും ഞങ്ങൾ സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നു കൂടി പറയൂ സാർ. താങ്കൾ പറഞ്ഞല്ലോ ബക്കറ്റ് പിരിവെടുത്തിട്ടും ഞങ്ങളുടെ ചോര നീരാക്കി. ശരിയാണ് സാർ. ഒരു സമയത്ത് താങ്കളെ പോലെ അങ്ങേക്കറിയില്ലല്ലോ, അങ്ങേക്കറിയാലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകളുടെയും മുകളിലിരിക്കുന്ന സ്ഥാപനമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകളുടെയും മുകളിലിരിക്കുന്ന സ്ഥാപനമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലഭിക്കാത്ത കണക്കുകളായി ഒന്നുമില്ല. അങ്ങയുടെ അക്കൗണ്ടിൽ അങ്ങയുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു പോകുന്നു എന്നുള്ള വിവരം റിസർവ് ബാങ്ക് ലഭിക്കും. ഇതൊക്കെ സത്യത. പക്ഷേ താങ്കൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് മാധ്യമ പ്രവർത്തകർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് കണ്ടപ്പോ അന്തം വിട്ടുപോയി സാർ. ശക്തമായിട്ട് പറയണമായിരുന്നു താങ്കളെ പോലെ. അതെല്ലാം വെറും മാധ്യമ സൃഷ്ടികളാണ്. പാർട്ടിക്ക് എവിടെയൊക്കെ ഓഫീസുണ്ടോ അതൊക്കെ പാർട്ടി പ്രവർത്തകർ സ്വന്തമായിട്ട് പിരിച്ചെടുത്ത് പണിതതാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല. ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടോ എനിക്കറിയില്ല. ലോക്കൽ കമ്മിറ്റികൾക്ക് സ്വന്തമായിട്ട് ഓഫീസുണ്ടോ എനിക്കറിയില്ല. താങ്കൾ ഈ ചർച്ചയുടെ മുമ്പ് താങ്കളുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാക്കുകളാണ്. ശരിയാണ്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഈ ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല എന്ന്. അങ്ങനെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ പറഞ്ഞു P.K. ബിജുവിനെതിരെ ഇവിടെ തെറ്റായ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇഡിയുടെ സത്യവാങ്മൂലത്തിലുണ്ട്, P.K. ബിജുവിനെതിരെ മൊഴിയുണ്ട്. ഈ 5 ലക്ഷം രൂപ പിൻവലിച്ചത് ബിജുവിന്റെ ആവശ്യപ്രകാരമാണ് എന്നുള്ള മൊഴി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ ബിജുവിനെ വിളിച്ചു വരുത്തില്ലല്ലോ കേന്ദ്ര ഏജൻസി. അവിടെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം ബിജു പറഞ്ഞ കള്ളം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് ഇത്ര വലിയൊരു അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു പാർട്ടി നേതാവ്, അദ്ദേഹം പാർട്ടിയുടെ രഹസ്യമാണ്, അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് വെറും പുകമറയാണ്. അങ്ങനെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലെ ഒരു തീരുമാനവും CPM-ന് സ്വന്തമായിട്ടില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഏത് ഇരുമ്പ് മറയ്ക്കുള്ളിലാണെങ്കിലും അത് പുറത്തു വരുവാൻ സഹായിക്കുന്ന ആർജവമുള്ള നേതാക്കൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ആ വിവരം പുറത്തേക്ക് വന്നത്. ബിജുവിനെതിരെയുള്ള കാര്യവും അങ്ങനെയാണ്, ഈ അക്കൗണ്ട് വിവരവും അങ്ങനെ തന്നെയാണ്. ഇതിലൊന്നും ഒരു സംശയവുമില്ല. നന്ദി അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ M.K. ഹരിദാസ്, ശ്രീ യുവരാജ് ഗോകുൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: CPM-ന്റെ സ്വത്ത് വിവരം പുറത്തു കൊണ്ടുവരുമോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? പുറത്തു കൊണ്ടുവരുമെന്ന് 75% പ്രേക്ഷകർ, ഇല്ല എന്ന് 22%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.